നമസ്കാരം. എവല്യൂഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷൻസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജൂറിസ്പ്രുഡൻസിൽ ആദ്യം നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത്തരത്തില് ഇപ്പം നമ്മുടെ കേരള PSC ഈ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് ഇപ്പോ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ ലോസ് അതിനെക്കുറിച്ച് ഒരു ബേസിക് ആയിട്ട് ഹൗ ഇറ്റ് ഹാസ് ബീൻ ഇവോൾവ്, അപ്പൊ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ആദ്യ ക്ലാസ് മുതൽ തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഒപ്പം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ പറ്റും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ക്ലാരിഫൈ തരാൻ പറ്റും. അപ്പൊ നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷൻസ് ഇല്ലാതെ ഫാർമസി ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പം ഏറ്റവും നന്നായിട്ട് ആദ്യം മുതലേ തന്നെ വളരെ കാര്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ബെറ്റർ പിക്ചർ ഓൺ വാട്ട് ഈസ് ലോ ആൻഡ് വാട്ട് ഈസ് ദി നെസസിറ്റി ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷൻസ്. എന്തൊക്കെയാണ് അതിന്റെ ആവശ്യകത എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പിക്ചർ കിട്ടാൻ ആദ്യം തന്നെ പഠിച്ച് വളരെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, സന്തോഷത്തോടു കൂടി പഠിക്കുക, എൻജോയ് ചെയ്ത് പഠിക്കുക. സോ യു വിൽ ഗെറ്റ് ഡെഫിനറ്റ്ലി നമ്മൾ വാട്ട് ഈസ് അവർ മോട്ടോ അല്ലെങ്കിൽ അച്ചീവ്മെന്റ്, നമ്മൾ സ്വപ്നം കാണുന്ന ആ അച്ചീവ്മെന്റിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അപ്പം നമുക്കറിയാം ഏതൊരു കൺട്രിയുടെയും ബേസിക്കലി നല്ല നടപ്പിന് ആവശ്യമാണ് നിയമങ്ങൾ, അല്ലെ? അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് റൂൾസ്, അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിച്ച് എ പർട്ടിക്കുലർ കൺട്രി ഓർ കമ്മ്യൂണിറ്റി recognizes as regulating the actions of its members and which it may enforce by the imposition of penalties. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെ? അപ്പൊ നമുക്ക് ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾസ്, അല്ലെ? നമ്മള് ഓരോ കൺട്രിയിലും അവരുടേതായിട്ട് ഫ്രെയിം ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ്, അല്ലെ? അത് ഒരു പർട്ടിക്കുലർ കൺട്രി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട, ഇപ്പൊ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അതർവൈസ് സർട്ടൺ ഏരിയാസിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ആവശ്യമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻസിനു വേണ്ടി അതിന്റെ മെമ്പേഴ്സ്, അല്ലെ? കമ്മ്യൂണിറ്റി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പൗരന്മാർ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യ ഒന്നായിട്ട് ആ രീതിയിൽ എൻഫോഴ്സ് ചെയ്യപ്പെടേണ്ട ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇമ്പോസിഷൻ ഓഫ് പെനാൽറ്റീസ്, അല്ലെ? ഏതെങ്കിലും രീതിയിലുള്ള ശിക്ഷാവിധികൾ, ശിക്ഷാരീതികൾ. ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഇംപ്രിസൺമെന്റ്, അല്ലെ? തടവ് ശിക്ഷ, ഇല്ലെങ്കിൽ എന്താ പറയണ്ട, ഫൈൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ശിക്ഷകൾ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ശിക്ഷാവിധിയോടുകൂടി നടപ്പിലാക്കേണ്ട, റെഗുലേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സെറ്റ് ഓഫ് റൂൾസ് ഫോർ എ പർട്ടിക്കുലർ കൺട്രി ഓർ എ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓർ എ കമ്മ്യൂണിറ്റി, അല്ലെ? അതിനെയാണ് നമ്മൾ ലോ അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നത്. സോ നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല രീതിയിൽ ഒരു മനുഷ്യൻ പോകേണ്ടതിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവ രൂപീകരണം, അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിയമത്തിന് ബന്ധമുണ്ട്. ആൻഡ് ഇറ്റ് കൺട്രോൾസ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ലൈഫ്. നമ്മുടെ സാമൂഹ്യമായ ആ ഒരു നല്ലതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ലോസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ് അല്ലെങ്കിൽ വെറും ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ജനറൽ സെൻസ് ഇൻക്ലൂഡ്സ് നോളജ് ഓഫ് ദി ലോ. അത്രേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ, അല്ലെ? ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദി നോളജ് ഓൺ ലോ, നിയമത്തെക്കുറിച്ചുള്ള അറിവ്, അല്ലെ? അതിനെയാണ് നമുക്ക് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. സോ ടെക്നിക്കൽ സെൻസിൽ നമുക്ക് സയൻസ് ഓഫ് ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സിവിൽ ലോ, ടെക്നിക്കൽ സെൻസ് സയൻസ് ഓഫ് ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സിവിൽ ലോ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു മോറൽ കോഡ്, അല്ലെ? അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഡീൽസ് വിത്ത് നാച്ചുറൽ ലോസ്.
അപ്പൊ നമുക്കതില് പോസിറ്റീവ് മോറൽ കോഡ് എന്ന് പറഞ്ഞാൽ ഡീൽസ് വിത്ത് ദി പോസിറ്റീവ് ഓർ ആക്ച്വൽ കണ്ടക്ട് അല്ലെ. അപ്പൊ എല്ലാ നിയമങ്ങളും നമ്മുടെ നല്ല സ്വഭാവ രീതികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു പോസിറ്റീവ് മൊറാലിറ്റി ആണ് അവിടെ അടിസ്ഥാനമായിട്ട് ഉള്ളത്. ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അല്ലെ. അപ്പോ ആക്ച്വലി ലോ ഈസ് ഫോർ ദി സൊസൈറ്റി അല്ലെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഈ ഫങ്ഷൻസ് ഓഫ് ലോ നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാല് വൺ ഈസ് ജസ്റ്റിസ് അല്ലെ, നീതി. രണ്ടാമത് സ്റ്റെബിലിറ്റി. ഒരാൾക്ക് ഓരോരുത്തരുടെയും സ്റ്റെബിലിറ്റി, പീസ് ഓഫ് മൈൻഡ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് പീസ്ഫുൾ ചേഞ്ചസ് അല്ലെ, നമുക്ക് നല്ല നല്ല മാറ്റങ്ങളിലൂടെ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ബട്ട് ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി പീസ്ഫുൾ അല്ലെ. ഒരു കാമായിട്ട് നല്ല സന്തോഷത്തോടു കൂടിയുള്ള നമുക്ക് നല്ലതിന് വേണ്ടിയുള്ള മാറ്റങ്ങൾ നല്ല രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇറ്റ് ഈസ് ലോ ഈസ് ഫോർ ദി സൊസൈറ്റി അല്ലെ. Function of law is to achieve, one is justice, then stability, and third one is peaceful changes. So, നമുക്ക് ഒരു എത്തിക്കൽ വേയില് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്തിക്സ് ലേസ് ഡൗൺ റൂൾസ് ഫോർ ഐഡിയൽ ഹ്യൂമൻ കോണ്ടാക്ട് അല്ലെ. എത്തിക്സും ഐഡിയൽ ഹ്യൂമൻ കോണ്ടാക്ടിന് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അധിഷ്ഠിതമായ മനസ്സും പ്രവൃത്തികളും ആവശ്യമാണ്. So jurisprudence serves to train the minds of legal ways of thought and affords a key to the solution of many provisions of civil law. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ jurisprudence, knowledge about the law, it leads to train our minds into legal ways of thought അല്ലെ. നമ്മൾ നിയമപരമായ നല്ല രീതിയിലുള്ള ചിന്തകളിലൂടെ മാത്രം അങ്ങനെ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് ആൻഡ് it affords a key to the solution of many provisions of civil law അല്ലെ. നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമായ പല നിയമങ്ങൾക്കും ഏറ്റവും നല്ല സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് it is actually acting as a key to the solutions of many provisions. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും നമ്മുടെ ഐഡിയൽ ആയിട്ടുള്ള നിയമങ്ങൾ വഴി നമുക്ക് അതിൽ there is always a way for a better solution. That's important. So, ഇനി നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസിലേക്ക് വരാം. അപ്പോ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് അബൌട്ട് ദി ലോ അത് ടു ലീഗൽ പ്രോബ്ലംസ്. അപ്പൊ ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസിന്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോളജ്, ഈ രീതിയിലുള്ള നോളജ് ഓൾവേസ് ഇറ്റ് ലീഡ്സ് ടു ഓർ ദി നോളജ് ടു ലീഗൽ പ്രോബ്ലംസ്. അപ്പൊ നമുക്ക് ഒരു ഉണ്ടാകാവുന്ന ലീഗൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള നോളജ്, നിയമങ്ങളെ കുറിച്ച് അറിയുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കും. അപ്പൊ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ ഒരു ഡ്രഗ് റിസർച്ച് മുതൽ അല്ലെങ്കിൽ ഈവൻ ബിഫോർ ദാറ്റ് നമുക്ക് ഒരു മോളിക്യൂളിനെ കുറിച്ചുള്ള ചിന്തകൾ മുതൽ നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആവശ്യമുണ്ട് അല്ലെ. അതിന്റെ റിസർച്ച് ആണെങ്കിലും അതിന്റെ ഡെവലപ്മെന്റ് ആണെങ്കിലും അതിന്റെ ക്ലിനിക്കൽ സ്റ്റഡീസ് ആണെങ്കിലും അതിനെക്കുറിച്ചുള്ള എന്താ പറയേണ്ടത്, അതിന്റെ ഇമ്പോർട്ട് ആണെങ്കിലും മാനുഫാക്ചറിങ് ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും സെയിൽ ആണെങ്കിലും അത് പേഷ്യന്റ് ഒരുപക്ഷെ യൂസ് ചെയ്യുന്നത് വരെയുള്ള ഫുൾ ഒരു മരുന്നിനെ കുറിച്ച് അല്ലെങ്കിൽ ഡിവൈസസിനെ കുറിച്ചുള്ള മരുന്ന്, ഡിവൈസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നമുക്ക് ഒരു പൂർണ്ണമായ നിയമങ്ങളും അതിനെക്കുറിച്ചുള്ള അറിവുകളും ഉണ്ടെങ്കിൽ മാത്രമേ അതുമായിട്ടുണ്ടാകാവുന്ന ഇഷ്യൂസിനെ കുറിച്ചും ആൻഡ് ഹൗ ടു സോൾവ് എ ലീഗൽ പ്രോബ്ലം, ഇത്രയും കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തത വരത്തുള്ളൂ. ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ jurisprudence concerned with the law related to drugs, medicines, cosmetics, pharmacists and about the pharmaceutical profession. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ നിയമങ്ങള് ഇറ്റ് കൺസേൺഡ് വിത്ത് ലോ റിലേറ്റഡ് ടു ഡ്രഗ്സ് അല്ലെ. ഇഫ് ഇറ്റ് ക്യാൻ ബി എ ക്രൂഡ് ഫോം ഓഫ് മെഡിസിൻ, നോട്ട് മെഡിസിൻ, ക്രൂഡ് ഫോം ഓഫ് ഡ്രഗ്, ഓർ ഇറ്റ് ക്യാൻ ബി എ ഫോർമുലേഷൻ ദാറ്റ്സ് വാട്ട് ഇസ് കോൾഡ് മെഡിസിൻ, അല്ലെങ്കിൽ കോസ്മെറ്റിക്സ്. നമുക്കറിയാലോ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട്. സോ ഇറ്റ് കൺട്രോൾസ് ദി
import, manufacturing, sale and distribution of cosmetics also. And our profession is also very important. നമ്മുടെ പ്രൊഫഷൻ, അപ്പോൾ ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന ഹൈലി ടെക്നിക്കൽ ആൻഡ് ക്വാളിഫൈഡ് പേഴ്സൺ, അപ്പം അവരെ സംബന്ധിക്കുന്ന നിയമങ്ങൾ, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഫഷനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ട് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് പോലുള്ള ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, എവറിഥിങ് ഈസ് controlled by or it is all these are coming under the pharmaceutical jurisprudence. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് റിലേറ്റ്സ് ടു ഡ്രഗ്സ്, മെഡിസിൻസ്, കോസ്മെറ്റിക്സ്, then profession of pharmacy and of course pharmacists. നോക്കൂ, ഈ നമുക്ക് വൈ ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷൻ, നമുക്ക് 2-3 കാര്യങ്ങൾ വളരെ വൈഡായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, വൺ ഈസ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ഫോർ ദി ഹെൽത്ത് ഓഫ് സൊസൈറ്റി, നോ ഡൗട്ട് ഓവർ ദാറ്റ്, അല്ലേ? സോ ദി പേഷ്യൻസ് ഷുഡ് റിസീവ് ഡ്രഗ്സ് ഓഫ് റിക്വയർഡ് ക്വാളിറ്റി. ദാറ്റ് ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, അല്ലേ? നമുക്ക് ആൾക്കാർക്ക് മരുന്നുകൾ ലഭ്യമാകുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ക്വാളിറ്റിയിൽ അധിഷ്ഠിതമായിരിക്കണം. ആൾക്കാർക്ക് നമ്മുടെ ഏറ്റവും, അത് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നമുക്ക് അല്ലെങ്കിൽ ഒരു ഫാർമസിന്റെ ആത്യന്തികമായ ലക്ഷ്യം ക്വാളിറ്റി മെഡിസിൻസ്, അല്ലെ, അത് ആൾക്കാരിൽ കറക്റ്റ് ആയിട്ട് എത്തിക്കുക എന്നുള്ളതാണ്, അല്ലെ? അവർ കറക്റ്റ് ആയിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള മരുന്ന് തന്നെ യൂസ് ചെയ്യുന്നു. And all the drugs should be tested and evaluated for safety and efficacy. Then നമുക്ക് അതിൻ്റെ സേഫ്റ്റിയും അതിൻ്റെ ഹൗ ഫാർ ഇറ്റ് ഈസ് എഫിഷ്യന്റ് ഓർ എഫിക്കേഷ്യസ്, അല്ലെ? അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ക്വാളിറ്റി ചെക്കിലൂടെയും പ്രോപ്പറായിട്ടുള്ള ഇവാലുവേഷനിലൂടെയും അത് പേഷ്യൻസിലേക്ക് എത്തുക. അത് പേഷ്യൻസിലേക്ക് എന്താ പറയണ്ടത്, കറക്റ്റ് ഫോമില്, റാഷണൽ ഫോമില് അതെത്തി അത് യൂസ് ചെയ്യുക എന്നുള്ള ഏറ്റവും പരമമായ ലക്ഷ്യം അധിഷ്ഠിതമാണ് ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷൻ. Why it is so? It is for the health of the society. Health of a nation is most important, അല്ലെ? അതൊക്കെ WHO ഒരുപാട് കാര്യങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. So that is the prime importance for framing a pharmaceutical legislation. Okay? So ഇനി നമുക്ക് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ നമുക്ക് നോക്കാം. നോക്കൂ, പൊതുവേ ഒരു നിയമത്തിനെ കുറിച്ച് ജനറൽ ആയിട്ട് ഓൾ ദി ആക്ട്സ് ഓഫ് ഗവൺമെന്റ് ഷുഡ് ബി റീസണബിൾ, അല്ലെ? നമ്മൾക്കൊരു ഗവൺമെന്റ് ഉണ്ട്. ഈ ഗവൺമെന്റ്, വെദർ ഇറ്റ് ഈസ് സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ്, ആൻഡ് ഓൾ ദി ആക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ്, ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഷുഡ് ബി റീസണബിൾ. ദാറ്റ് ഇസ് വൺ തിങ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി യൂണിഫോം. That means it is applicable to everybody, and it should be according to a law, അല്ലെങ്കിൽ ടു ദി ലോ, അല്ലെ? ഇപ്പൊ 3 കാര്യങ്ങൾ ഒരു ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യേണ്ടതിന്റെ ബേസിക് ആസ്പെക്ട്സ്. വൺ ഈസ് ഗവൺമെന്റ് ഷുഡ് ബി, ഓൾ ദി ആക്ടിവിറ്റീസ് ഓഫ് എ ഗവൺമെന്റ് ഓർ ആക്ട്സ് ഓഫ് എ ഗവൺമെന്റ് ഷുഡ് ബി, one is uniform and according to the law, and it should be reasonable. These are the 3 principles. And another thing is no one is above the law. ആരും നിയമങ്ങൾക്ക് അതിന്മേലെ അല്ല. നോ വൺ ഈസ് അബവ് ദി ലോ, അല്ലെ? എല്ലാവരും നിയമങ്ങളാൽ കൺട്രോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. ആൻഡ് എവറി പേഴ്സൺ ഈസ് സബ്ജക്റ്റഡ് ടു ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് ഓർഡിനറി കോർട്ട് ഓഫ് ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും എന്താ പറയണ്ടത്, നമുക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ആ കോടതിയുടെ കീഴിൽ ഒരു കോടതിയിൽ എന്താ പറയുക, കോടതിയായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഏരിയ അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷൻ, ആ കോടതിയുടെ പരിധിയിൽ വരുന്ന ആൾക്കാരായിരിക്കും നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെ? സോ എവരി പേഴ്സൺ ഈസ് സബ്ജക്റ്റഡ് ടു ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് ഓർഡിനറി കോർട്ട് ഓഫ് ലോ. ഓർഡിനറി കോർട്ട് ഓഫ് ലോ എന്ന് പറയുന്നത് നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന, നമുക്കിവിടെ പറയുമ്പോൾ നമുക്ക് നിയമങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്ന ആ പർട്ടിക്കുലർ ജൂറിസ്ഡിക്ഷനിൽ, ഓരോ കോടതിയുടെ കീഴിൽ വരുന്ന ജൂറിസ്ഡിക്ഷനിൽ അത് അധിഷ്ഠിതമാണ്. So, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ എക്സ്പ്ലെയിൻസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് എവറിത്തിങ് മസ്റ്റ് ബി ഡൺ അക്കോർഡിംഗ് ടു ലോ.
അതാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു തത്വം തന്നെ. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഒരു സിറ്റുവേഷൻ, എ സിറ്റുവേഷൻ ഇൻ വിച്ച് എവറിത്തിങ് മസ്റ്റ് ബി ഡൺ അക്കോർഡിംഗ് ടു ദി ലോ, അല്ലെ? എല്ലാം നിയമപരമായിരിക്കണം. ആൻഡ് ഇറ്റ് സേസ് ദാറ്റ് നോ പേഴ്സൺ ഷുഡ് ബി സബ്ജക്ട് ടു ഹാർഷ്, അൺസിവിലൈസ്ഡ് ഓർ ആർബിട്രറി ട്രീറ്റ്മെന്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരാൾക്കും ഹാർഷായിട്ടുള്ള ഒരു പെരുമാറ്റമോ രീതികളോ ഒരാൾക്കും കിട്ടാൻ പാടില്ല. അൺസിവിലൈസ്ഡ് ഓർ അൺകൾച്ചേർഡ് അല്ലെങ്കിൽ അല്ലെ, ആ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒരാൾക്കും കിട്ടാൻ പാടില്ല. അതുപോലെ ഏകപക്ഷീയമായ ആർബിട്രറി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും, അല്ലെ, അല്ലെങ്കിൽ ഏകപക്ഷീയം ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും ഒരാൾക്കും കിട്ടാൻ പാടില്ല. അത് നിയമം പറയുന്നത് അങ്ങനെ. നോ പേഴ്സൺ ഷുഡ് ബി സബ്ജക്ട് ടു ഹാർഷ്, അൺസിവിലൈസ്ഡ് ഓർ ആർബിട്രറി ട്രീറ്റ്മെന്റ്. ദിസ് ഈസ് ആപ്ലിക്കബിൾ in the field of pharmacy also. And general principles of law are not a creation of law, but they existed before law was framed, or rather they formed the basis for formulation of law. അല്ലെ, നമ്മള് നല്ല രീതിയിലുള്ള ഒരുപാട് പ്രാക്ടീസുകളും നല്ല മനസ്സോടുകൂടി നല്ല പ്രിൻസിപ്പിൾസോട് കൂടിയുള്ള നമ്മുടെ എന്താ പറയേണ്ടത് അത്തരത്തിൽ സമൂഹത്തിന് വേണ്ടി ആദ്യം മുതലുള്ള കുറെ പ്രിൻസിപ്പിൾസിൽ നിന്നാണ് നിയമം ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ഈ നിയമത്തിൽ നിന്നല്ല ആ പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു രീതി ആണ് എപ്പോഴും നിയമത്തിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. സോ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ആർ നോട്ട് എ ക്രിയേഷൻ ഓഫ് ലോ, ബട്ട് ദേ എക്സിസ്റ്റഡ് ബിഫോർ ലോ വാസ് ഫോംഡ്, ഓർ റാദർ ദേ ഫോംഡ് ദി ബേസിസ് ഫോർ ഫോർമുലേഷൻ ഓഫ് ലോ. സോ നമുക്ക് അറിയാം, നമ്മുടെ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഫാർമസ്യൂട്ടിക്കൽ ലോസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വാട്ട് ആർ ദി സ്കോപ്പ് ആൻഡ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ലോസ് ഓർ ആക്ട്സ്, അല്ലെ? അപ്പം വൺ ഈസ് ടു പ്രൊമോട്ട് ഹെൽത്ത് കെയർ ബൈ റെഗുലേറ്റിംഗ് മാനുഫാക്ചർ, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വാളിറ്റി ഡ്രഗ്സ്. ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ടു പ്രൊമോട്ട് ഹെൽത്ത് കെയർ, അല്ലെ? എവരിബഡി ഹെൽത്ത് കെയർ ടീം ഈസ് ദയർ, അല്ലെ? ഇപ്പം പഴയ പോലെയല്ല, ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആണ്, ഒരുപാട് പ്രൊഫഷൻസ് ഇൻവോൾവ് ആണ് ഇൻ ദി ഹെൽത്ത് കെയർ മാനേജ്മെന്റ്. സോ ടു പ്രൊമോട്ട് ബെറ്റർ ഹെൽത്ത് കെയർ by regulating means by controlling the manufacture, supply and distribution of quality drugs. Of course, the import is also coming under the purview. അപ്പോൾ അതില് നമുക്ക് ഇമ്പോർട്ട് അല്ലെങ്കിൽ മാനുഫാക്ചർ, സപ്ലൈ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വാളിറ്റി ഡ്രഗ്സ്, ഇറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ കാര്യം, ടു മേക്ക് ദീസ് ഡ്രഗ്സ് അവൈലബിൾ ടു ദി പബ്ലിക് അറ്റ് റീസണബിൾ പ്രൈസസ് ആൻഡ് ത്രൂ ക്വാളിഫൈഡ് പേഴ്സൺസ്. അപ്പം നമ്മുടെ WHO തന്നെ പറയുന്നുണ്ട്, ഓരോ കൺട്രിക്കും വളരെ റീസണബിൾ ആയിട്ടായിരിക്കണം, വളരെ എഫിഷ്യന്റ് ആയിട്ടും സൈഡ് എഫക്ട്സ് വളരെ റീസണബിൾ ആയിട്ട് കുറവുള്ള അത്തരത്തിലുള്ള മരുന്നുകൾ ലഭ്യമാക്കുക എന്ന് പറയുന്നത് ഓരോ കൺട്രിയുടെയും ആവശ്യമാണ്. അങ്ങനെ ലഭ്യത ഉറപ്പുവരുത്തണമെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷൻസ് ആൻഡ് ലോസ് മസ്റ്റ് ആയിട്ട് വേണം. സോ ടു മേക്ക് ദീസ് ഡ്രഗ്സ് അവൈലബിൾ ടു ദി പബ്ലിക് അറ്റ് റീസണബിൾ പ്രൈസസ് ആൻഡ് ത്രൂ ക്വാളിഫൈഡ് പേഴ്സൺസ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതിന് നല്ല ക്വാളിറ്റി മരുന്നുകൾ വളരെ ചെലവ് റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ മാനുഫാക്ചർ ചെയ്യണം, അതിന്റെ റിസർച്ച് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ അത് പിന്നെ ഓവർ പ്രൈസിങ് ഇല്ലാത്ത കൺട്രോൾസ് ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ ഇത് ഉദ്ദേശിക്കുന്ന രീതിയിൽ സാധാരണ ജനങ്ങൾക്ക് ആവശ്യാനുസരണം എന്ന് പറഞ്ഞാൽ ഡ്രഗിനെ സംബന്ധിച്ചത് റാഷണൽ ആയിരിക്കണം, അല്ലാതെ ഫുഡ് പോലെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ റീസണബിൾ പ്രൈസിന് ദാറ്റ് മസ്റ്റ് ബി ത്രൂ ക്വാളിഫൈഡ് പേഴ്സൺസ്, അല്ലെ? നിങ്ങളിപ്പോ എന്താ പറയണ്ടേ, അപ്ലൈ ചെയ്തിരിക്കുന്നതിന് ആ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കൈവന്ന് കഴിഞ്ഞു, അല്ലെ? ഇനി അതാണ് ത്രൂ ദാറ്റ് ക്വാളിഫൈഡ് പേഴ്സൺ. നമ്മൾ ഫാർമസിസ്റ്റുകളാണ്, ഫാർമസിസ്റ്റുകളിൽ കൂടെ തന്നെയാണ് എല്ലാ പ്രവൃത്തികളും, പ്രത്യേകിച്ച് മരുന്നുകൾ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ക്ലാസ്സിനെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പറയാം, മരുന്നുകൾ കൈകാര്യം ചെയ്യേണ്ട ആൾക്കാരാണ്, ദാറ്റ് ഈസ് ത്രൂ ക്വാളിഫൈഡ് പേഴ്സൺസ്. അപ്പൊ ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തണമെങ്കിൽ there should be pharmaceutical legislations or laws. Third one is to safeguard the public from misleading advertisements etc. about drugs and remedies. നമുക്ക് പഠിക്കാനുള്ളതാണ്, 3-4 നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ പഠിക്കാനല്ല, നിങ്ങളുടെ സിലബസിൽ
അപ്പൊ ഈ തരത്തിലുള്ള നിയമങ്ങൾ, ഓരോ നിയമങ്ങളും ഇതിനെ ബേസ് ചെയ്താ വരുന്നത്. സോ തേർഡ് വൺ ഈസ് ടു സേഫ് ഗാർഡ് ദി പബ്ലിക്. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, കൺട്രിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. What is that? To safeguard the public, to protect the public from misleading advertisements, etc. about drugs and magic remedies. അല്ലെ? അപ്പൊ ഡ്രഗ്സും മാജിക് റെമഡീസ് നമുക്കറിയാം, പല അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ഡിസീസിന് വേണ്ടി മോശമായ രീതിയിൽ അഡ്വർടൈസ് ചെയ്യുന്ന പ്രവണതയാണ്. സോ ദാറ്റ് ഈസ് മിസ്ലീഡിങ്. അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റോട് കൂടി സാധാരണ ആൾക്കാർ പോയി മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വാങ്ങി കഴിക്കാനും ഒരുപാട് വ്യാജന്മാർ ഈ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ട്രീറ്റ്മെന്റ് ഏറ്റെടുക്കാനുമുള്ള സാഹചര്യമുള്ളത് കൊണ്ടാണ്, അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് നമുക്ക് ദി ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ഒബ്ജക്ഷണബിൾ അഡ്വർടൈസ്മെന്റ് ആക്ട് 1954, അത് ഞാൻ പിന്നിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതാണ്. സോ ദി മെയിൻ object of that act is to safeguard the public from misleading advertisements, അല്ലെങ്കിൽ fake advertisements, അല്ലെങ്കിൽ with false claim, ആ രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ്സ് about drugs and certain magic remedies. അത് പിന്നാലെ എക്സ്പ്ലെയിൻ ചെയ്യും. And the fourth one is to regulate the profession of pharmacy. It's very important, അല്ലെ? നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡ്, ആ ഫാർമസിയുടെ പ്രൊഫഷൻ നന്നാക്കാനായിട്ട് അതിൽ കൂടുതൽ കൺട്രോളും. അപ്പൊ സാധാരണ ആർക്കും കയറി മരുന്ന് ഉണ്ടാക്കാനോ മരുന്നിന്റെ മറ്റ് ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ ഡിസ്പെൻസിങ്ങിന്റെ പാർട്ടോ കൗൺസിലിങ്ങിന്റെ പാർട്ടോ ഒക്കെ ചെയ്യാൻ അത് പറ്റത്തില്ല, അല്ലെ? സോ പ്രൊഫഷൻ ഓഫ് ഫാർമസി എന്ന് പറയുന്നത് ഇൻ ആൻ എത്തിക്കൽ വേ ആൻഡ് അതിന്റെ ആ ഒരു സ്ട്രെങ്ത് വളരെ ഇതാണെങ്കിൽ ആൾക്കാർക്ക് അത്തരത്തിലുള്ള ഏറ്റവും നല്ല ക്വാളിഫൈഡ് ആൾക്കാരിലൂടെ തന്നെ അത്, ആ ക്വാളിഫൈഡ് ആൾക്കാരെ വാർത്തെടുക്കണമെങ്കിൽ പ്രൊഫഷൻ നന്നാകണം, അല്ലെ? അപ്പൊ അതിനു വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ. സോ ദീസ് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ആക്ട്സ്. അതുപോലെ തന്നെ ഏതൊരു ഗവൺമെന്റിന്റെയും ഉദ്ദേശ ലക്ഷ്യമാണ് നമ്മുടെ ടു പ്രൊമോട്ട് ദി ഇൻഡിജീനിയസ് റിസർച്ച്. നമുക്ക് ഇന്ത്യയില് ഇപ്പൊ ഇന്ത്യയുടെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് അവർ ഓൺ റിസർച്ച്, അവർ ഓൺ ടെക്നോളജി. അത് അപ്പൊ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞ ഒരു കൺട്രിയുടെ ആവശ്യം, അല്ലെ? ടു പ്രൊമോട്ട് ദി ഇൻഡിജീനിയസ് റിസർച്ച്, ടെക്നോളജി ആൻഡ് നോ ഹൗ ഇൻ ദി മാനുഫാക്ചർ ഓഫ് ഡ്രഗ്സ്. ഓരോ ടെക്നോളജി അനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ മരുന്നുകൾ റീസണബിൾ ആയിട്ട് മാനുഫാക്ചർ ചെയ്യാം, അപ്പൊ അതിനെ കുറിച്ചുള്ള റിസർച്ചും ടെക്നോളജിയും ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഓരോ കൺട്രിയുടെയും ആവശ്യമാണ്. അപ്പൊ ഇന്ത്യ വളരെ ഈ കാര്യത്തിൽ വളരെ മുന്നിലാണെന്ന് നിങ്ങൾക്കറിയാം. ഈ 3rd ലാർജസ്റ്റ് ഇൻ ദി വേൾഡ് ആണ് ഇപ്പം, അല്ലെ? മാനുഫാക്ചറിങ് ബൈ വോളിയം, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? ലോകത്താകമാനമുള്ള മരുന്ന് മാനുഫാക്ചറേഴ്സിൽ 3ാം സ്ഥാനം ആണ് ഏറ്റവും വോളിയം മാനുഫാക്ചർ ചെയ്യുന്ന ഇന്ത്യയിലാണ്. സോ അതിലൊരു വലിയ ശതമാനം വരെ നമ്മള് ടെക്നോളജി ആൻഡ് റിസർച്ച് വി ഹാവ് ഡെവലപ്ഡ് ഹിയർ, അല്ലെ? ടു പ്രൊമോട്ട് ദി ഇൻഡിജീനിയസ് റിസർച്ച്, ടെക്നോളജി ആൻഡ് നോ ഹോ, അല്ലെ? നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ക്രൂഡ് ഫോം ഓഫ് ഡ്രഗ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടുള്ള റിസർച്ചും ഈ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ്, ദി മെയിൻ ത്രസ്റ്റ് ഓഫ് scope of pharmaceutical legislation has been on drugs, medicines and പ്രൊഫഷൻ ഓഫ് ഫാർമസി. ഓൾറെഡി നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്താണ്. ഇതിന്റെയൊക്കെ ഏറ്റവും പരമമായ ലക്ഷ്യം 3 കാര്യങ്ങളാണ്. ഒന്ന് മരുന്നുകൾ, മെഡിസിൻസ് ആൻഡ് പ്രൊഫഷൻ ഓഫ് ഫാർമസി. മരുന്നുകൾ എന്ന് പറയുമ്പോൾ ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അല്ലെ? ദാറ്റ് ക്യാൻ ബി ഇൻ ദി ക്രൂഡ് ഫോം ഓൾസോ, അല്ലെ? ആൻഡ് ഇറ്റ് കവേഴ്സ് മെഡിസിൻസ് ഓൾസോ. മെഡിസിൻസ് ആർ ഇൻ ദി ഫോർമുലേഷൻ സ്റ്റേജ്. നമുക്ക് കഴിക്കത്തക്ക രീതിയിൽ ഫോർമുലേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് അതിനെ മെഡിസിൻ എന്ന് പറയുന്നത്. ഡ്രഗ് വിൽ ബിക്കം മെഡിസിൻ. പക്ഷെ ഡ്രഗ് എന്ന് പറയുമ്പോൾ ക്രൂഡ് ഫോമും മെഡിസിൻ രണ്ടും അതിൽ ഉൾപ്പെടും. ഓക്കെ, ഇനി അടുത്തത് ടു സേഫ് ഗാർഡ് ദി പബ്ലിക് ഫ്രം മെനീസ് ഓഫ് മിസ്യൂസ് ഓഫ് നാർക്കോട്ടിക് ആൻഡ് ഹാബിറ്റ് ഫോമിംഗ് ഡ്രഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്ന് ലോകം നേരിടുന്ന ഒരു പ്രശ്നമാണ് ലഹരി യുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെയുള്ള ലഹരി ഉണ്ടാക്കുന്ന നാർക്കോട്ടിക് ആൻഡ് ഹാബിറ്റ് ഫോമിങ്, അല്ലെ? നമുക്ക് ഉറക്കാനുള്ള ഒരു സ്ലീപ്പിംഗ് ടെൻഡൻസി വരുന്ന, അല്ല ഹാബിറ്റ് ഫോമിങ് ആയിട്ടുള്ള, അല്ലെ? സ്ഥിരമായിട്ട് അതിന്റെ ഏതെങ്കിലും സൈഡ് എഫക്ട്സിന് വേണ്ടി യൂസ് ചെയ്യുമ്പോഴാണ് അത് ഹാബിറ്റ് ഫോമിങ് ആകുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അതിന്റെ മിസ്യൂസ് വളരെയധികമാണ്.
എല്ലാ ഓരോ പല രാജ്യങ്ങളും യൂത്തും നശിക്കുന്നത് വരെ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടാണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, അത്തരത്തിലുള്ള മരുന്നുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് റൂൾസ് നമുക്കുണ്ട്. അപ്പൊ അതും ഒരു ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ടു സേഫ് ഗാർഡ് ദി പബ്ലിക് ഫ്രം മെനേസ് ഓഫ് മിസ്യൂസ് ഓഫ് നാർക്കോട്ടിക് ആൻഡ് ഹാബിറ്റ് ഫോമിംഗ് ഡ്രഗ്സ്. സോ നമുക്ക് നമ്മുടെ ഫാർമസി ആൻഡ് ഹെൽത്ത് കെയർ നമ്മൾ ആദ്യം മുതൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ ഫാർമസി നമുക്കറിയാം ചരിത്രാതീത കാലം മുതൽ തന്നെ ഫാർമസിക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇറ്റ് ഇവോൾവ്ഡ് ആസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി ഹെൽത്ത് കെയർ സിസ്റ്റം. അല്ലെ, ഫാർമസി ഇല്ലാതെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇല്ല. മരുന്നുണ്ടാക്കി അല്ലെങ്കിൽ കോമ്പൗണ്ട് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം ചിന്തിച്ചാൽ തന്നെ അന്ന് മുതലേ ഫാർമസി. അപ്പൊ ആദ്യകാലത്ത് നമുക്കറിയാം നമ്മുടെ ഈ ലോകത്താകമാനം ഫോക്ലോർ ഓഫ് റെമഡീസ്, ഓരോരുത്തര് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രീസ്റ്റുകൾ അവര് ദേ ഹാവ് എന്താ പറയണ്ട പ്രാക്ടീസ്ഡ് വേരിയസ് ഫോം ഓഫ് റെമഡീസ് ഓൾസോ. അല്ലെ, അത് ചിലപ്പോൾ മാജിക് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സം സോർട്ട് ഓഫ് സൂപ്പർസ്റ്റിഷൻസ്, അല്ലെ, മിഥ്യ ഏതെങ്കിലും കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ഏതെങ്കിലും കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ട് അവിടുത്തെ ഒരു പ്രീസ്റ്റ് അദ്ദേഹമായിരുന്നു അസുഖങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ചികിത്സകൾ ചെയ്തിരുന്നത്. ഇൻ എവറി കമ്മ്യൂണിറ്റി സർട്ടൻ മെമ്പേഴ്സ് ബിക്കെയിം സ്പെഷ്യലിസ്റ്റ്. ആ രീതിയിൽ ഒരു വൈദ്യരോ അല്ലെങ്കിൽ മൂപ്പരോ ഒക്കെ ഓരോ സ്ഥലത്തും ഉണ്ടായിരിക്കും. അവരാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അവര് ക്രൂഡ് ഡ്രഗ്സിന് കാട്ടിലോ അല്ലെങ്കിൽ പോയിട്ട് അവര് ഐഡന്റിഫൈ ചെയ്യും വാട്ട് ഫോം ഓഫ് ക്രൂഡ് ഡ്രഗ്, അല്ലെ, ദാറ്റ് കൻ ബി ഫ്രം വെജിറ്റബിൾ ഓർ ആനിമൽ സോഴ്സസ്. വെജിറ്റബിൾ അല്ലെങ്കിൽ ആനിമൽ സോഴ്സിൽ നിന്ന് കിട്ടാവുന്ന ക്രൂഡ് ഫോം ഓഫ് ഡ്രഗ് വച്ചിട്ട് ചില സ്പെഷ്യലിസ്റ്റ് അന്നുണ്ടായിരുന്നു. അവര് മാത്രമാണ് ഇത്തരത്തിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ഫാർമസിയിൽ ഇൻവോൾവ് ചെയ്തിരുന്നത്. വേറെ ഒരു കാര്യമുണ്ട്, അവരൊരിക്കലും എന്താ പറയേണ്ടത്, അവര് മറ്റൊരാൾക്ക് ഇത് പകർന്നു കൊടുക്കത്തില്ല. ഒരുപക്ഷെ അവരുടെ അടുത്ത തലമുറയ്ക്ക് മാത്രമേ അത് പകർന്നു കൊടുക്കത്തുള്ളൂ, അല്ലെ, ഏർലിയർ ഫിസിഷ്യൻ ദംസെൽസ്. അപ്പൊ അന്ന് ചികിത്സകൻ തന്നെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നതും ചികിത്സിക്കുന്നതും ഏതെങ്കിലും രീതിയിലുള്ള മന്ത്രജാലങ്ങളും ഒക്കെ കാണിക്കുകയും ഒക്കെ അതെല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു ചെയ്തിരുന്നത്. And there were no separate profession of medicine and pharmacy as they ആദ്യകാലത്ത്, വളരെ ആദ്യകാലത്ത് ഒരു ഫിസിഷ്യൻ തന്നെയായിരുന്നു ഇതെല്ലാം നിലവിലിരുന്നത്. അന്ന് ഏറ്റവും ആദ്യം ഒരുപക്ഷെ ഫാർമസി സെപ്പറേറ്റ് ചെയ്തിരുന്നില്ല. ഇതെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ഒരാൾ തന്നെയാണ്. അപ്പോ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഈ ഹിന്ദു മെഡിസിൻസ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് അഥർവവേദ ഫോളോഡ് ബൈ ആയുർവേദ ആൻഡ് ഋഗ്വേദ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഏർലിയസ്റ്റ് വർക്കാണ് ഹിന്ദു, നമ്മുടെ ട്രീറ്റ്മെന്റുമായിട്ട് നമ്മുടെ മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട്. അവിടെയൊക്കെ നമുക്ക് ധന്വന്തരി, ചരക, ശുശ്രുത എന്ന് പറയുന്ന വലിയ വലിയ പേരുകൾ ഇന്നും ഏറ്റവും പ്രസിദ്ധമാണ്. ഇവരൊക്കെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ആചാര്യന്മാർ. അതുപോലെ നമുക്ക് ചരക സംഹിത എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു കോമ്പൻഡിയം ഓഫ് എൻസൈക്ലോപീഡിയ ഓഫ് മെഡിസിൻസിന്റെ ഇന്ന് നമ്മുടെ ഫാർമക്കോപ്പിയ പോലുള്ളതിന്റെ ഒരു പ്രിലിമിനറി ഫോമില് നമുക്ക് ഇവിടെ ചരക സംഹിത ഉണ്ടായിരുന്നു, അല്ലെ. ഈ ചരക എന്ന് പറയുന്ന ഒരു വലിയ പേഴ്സണാലിറ്റി, അദ്ദേഹമായിരുന്നു ഈ ചരക സംഹിത റെഡിയാക്കിയത്. അപ്പൊ ഇറ്റ് വാസ് എ കോമ്പൻഡിയം ഓഫ് എൻസൈക്ലോപീഡിയ ഓഫ് മെഡിസിൻസ് യൂസ്ഡ് അറ്റ് ദാറ്റ് ടൈം. സോ ഇറ്റ് ഈസ് സ്റ്റിൽ യൂസ്ഡ് ഇൻ ഇന്ത്യ. ഈ ചരക സംഹിത ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ആധികാരിക ഗ്രന്ഥമാണ്. അപ്പൊ ധന്വന്തരി, ചരക, ശുശ്രുത ഇവരൊക്കെ വളരെ ഇമ്പോർട്ടന്റ് നെയിംസ് ആണ് ഹിന്ദു സിസ്റ്റമില്. അതുപോലെ നമുക്ക് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വാഗ്ഭട എന്ന് പറഞ്ഞ 625 AD they have prepared a medical compendium. ഒരു കുറച്ചുകൂടെ ആധികാരികമായിട്ട് നല്ലൊരു മെഡിക്കൽ കോമ്പൻഡിയം ഈ വാഗ്ഭട 625 AD തന്നെ പ്രിപ്പയർ ചെയ്തെന്നാണ് പറയുന്നത്. അതുപോലെ ഭാവമിശ്ര 1550 AD 1550 AD he has written a book of anatomy, physiology and medicine. അതിനെക്കുറിച്ചുള്ള ഒരു ബുക്ക് 1550 AD തന്നെ ഭാവമിശ്ര
തയ്യാറാക്കി അല്ലെ. അതായത് അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സർക്കുലേഷൻ ഓഫ് ബ്ലഡിനെ കുറിച്ച്. നമുക്ക് അതും കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞാണ് നമ്മള് വില്യം ഹാർവിയാണ് സർക്കുലേഷൻ ഓഫ് ബ്ലഡ്, രക്തചംക്രമണത്തിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളതെന്നാണ് നമ്മുടെ റെക്കോർഡുകളിൽ കാണുന്നത്. ബട്ട് ഈ പറയുന്ന പോലെ ഇത്രയും കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഭാവ മിശ്ര ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ബുക്കില് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹി ഓൾസോ പ്രിസ്ക്രൈബ് മെർക്കുറി ഫോർ സിഫിലിസ്. അന്നൊക്കെ വളരെ കോമൺ ആയിരുന്നു സിഫിലിസ്. അപ്പൊ അതിന് മെർക്കുറി നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഭാവ മിശ്ര ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനിയുള്ളത്. അപ്പൊ ഹിസ്റ്ററി ആയിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൽക്കട്ടയില് ആദ്യമായിട്ട് 1811 നമുക്കൊരു കെമിസ്റ്റ് ഷോപ്പ് വന്നത്. മരുന്ന് വിൽപ്പന കേന്ദ്രം ആദ്യമായിട്ട് ഇന്ത്യയിൽ 1811 മറക്കരുത്. അതൊരു സ്കോട്ടിഷ് ഒരു ആൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, മിസ്റ്റർ ബാത്ഗേറ്റ്. അപ്പൊ അദ്ദേഹമാണ് മിസ്റ്റർ ബാത്ഗേറ്റ് ആണ് ഫസ്റ്റ് കെമിസ്റ്റ് ഷോപ്പ്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, എക്സാമിനൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. And he has started the first chemist shop in India. That is in 1811. So അത് കഴിഞ്ഞിട്ട് 100 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ അവിടെ തന്നെയാണ് ഈ ടിങ്ചേഴ്സും സ്പിരിറ്റും ഒക്കെ. അന്നത്തെ കാലത്തെ ടിങ്ചേഴ്സ് ആൻഡ് സ്പിരിറ്റ് ഇത് ഒരു നമുക്ക് അത് ആദ്യത്തെ മാനുഫാക്ചറിങ് എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും അത് ഡെവലപ്പ് ചെയ്തെടുത്തത് ഈ കെമിസ്റ്റ് ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ 100 വർഷം കഴിഞ്ഞാണ് ഈ കെമിസ്റ്റ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം 100 വർഷം കഴിഞ്ഞാണ് നമുക്ക് ടിങ്ചേഴ്സ്, സ്പിരിറ്റ്സ്, ദാറ്റ് മീൻസ് ആൽക്കഹോൾ കണ്ടെയ്നിങ് പ്രിപ്പറേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ആദ്യത്തെ അപ്പോത്തിക്കറി ഷോപ്പ്, മറ്റേത് കെമിസ്റ്റ് ഷോപ്പാണ്, എന്നാൽ തന്നെയും അപ്പോത്തിക്കറി ഷോപ്പ് അല്ലെങ്കിൽ ഒരു കമ്പനി ആദ്യം നമുക്ക് ഫോം ചെയ്യുന്നത് സ്മിത്ത് സ്റ്റെയിൻ സ്ട്രീറ്റ് ആൻഡ് കമ്പനി, സ്മിത്ത് സ്റ്റെയിൻ സ്ട്രീറ്റ് ആൻഡ് കമ്പനി, അവരാണ് ആദ്യത്തെ ഒരു അപ്പോത്തിക്കറി ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമായ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംവിധാനം 1821 നിലവിൽ വന്നു. ദേ കൺസേൺഡ് അല്ലെങ്കിൽ കമൻസ്ഡ് ദി മാനുഫാക്ചറിങ് ബിസിനസ് പിന്നെ 1916 ഈ കമ്പനി മാനുഫാക്ചറിങ് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. And they were the pioneers in the manufacture of pure alkaloids like strychnine and brucine. Strychnineും ബ്രൂസിനും പോലുള്ള ആൽക്കലോയിഡ്സ് സെപ്പറേറ്റ് ചെയ്ത് മാനുഫാക്ചർ ചെയ്തിട്ട് അത് ഒരു ബിസിനസ് ആക്കി, മാനുഫാക്ചറിങ് ബിസിനസ് ആക്കിയത് 1916 ബൈ സ്മിത്ത് സ്റ്റെയിൻ സ്ട്രീറ്റ് കമ്പനിയാണ്. അപ്പൊ ഈ ഇയേഴ്സും ഈ ആൾക്കാർ ആരാണ് ഈ ചെയ്തു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നമുക്കൊരു മേജർ ഇൻഡസ്ട്രി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ദി ബിഗിനിങ് ഓഫ് ദിസ് സെഞ്ചുറി ഡ്രഗ് ഇൻഡസ്ട്രി ഡിഡ് നോട്ട് പ്രാക്ടിക്കലി എക്സിസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് ഓൾമോസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽസ് വെർ ഇമ്പോർട്ടഡ് മെയിൻലി ഫ്രം UK, ഫ്രാൻസ് ആൻഡ് ജർമ്മനി. അപ്പൊ നമുക്ക് ഇംഗ്ലണ്ടിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നാണ് ആദ്യകാലത്ത് ഇംഗ്ലീഷ് മരുന്നുകൾ ഇങ്ങോട്ട് നമുക്ക് ഈ സെഞ്ചുറിയുടെ ആദ്യം നമുക്ക് ഇവിടെ അലോപ്പതി മരുന്നുകളൊന്നും യൂസ് ചെയ്യുന്നില്ലായിരുന്നു. സോ ഈ മരുന്നുകൾ ആക്ച്വലി നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. UK, ഫ്രാൻസ്, ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരുന്നു. അടുത്ത ഒരു മെയിൻ കാര്യം, ആചാര്യ പ്രഫുല്ല ചന്ദ്ര റോയ് സ്റ്റാർട്ടഡ് ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വർക്ക്സ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൽക്കട്ട ഇൻ 1901. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് കമ്പനി എന്ന് പറയുന്നത്. ആചാര്യ പ്രഫുല്ല ചന്ദ്ര റോയ് സ്റ്റാർട്ടഡ് ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വർക്ക്സ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൽക്കട്ട. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഉള്ള ഒരാള് സ്റ്റാർട്ട് ചെയ്തു, ആചാര്യ പ്രഫുല്ല ചന്ദ്ര റോയ്. അദ്ദേഹം 1901 ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വർക്ക്സ് കൽക്കട്ടയിൽ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ പ്രൊഫസർ TK ഗജാർ, he started a small factory, ഒരു കുറച്ചുകൂടെ എന്താ പറയുക, ഒരു ചെറിയ ഫാക്ടറി അദ്ദേഹം മുംബൈക്കടുത്ത് പാരൽ എന്ന് പറയുന്ന സ്ഥലത്ത് 1903 അലംബിക് കെമിക്കൽ വർക്ക്സ്, അത് ബറോഡ
അല്ലെ പാരൽ മുംബൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ബറോഡയായിട്ട് വഡോദര എന്ന് പറയുന്നത്, ഇപ്പോ വഡോദര എന്ന് പറയുന്ന ആ സ്ഥലത്ത് പാരൽ അല്ലെ ഈ മുംബൈക്ക് അടുത്ത്. അപ്പൊ അത് 1907 അദ്ദേഹം ഒരു സ്മോൾ ഫാക്ടറി, ഇതൊക്കെ ഹിസ്റ്ററിയാണ് ഈ പറയുന്നത്, അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇതിൽ തന്നെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഇനി നമുക്ക് അന്നത്തെ കാലത്ത്, പണ്ടത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് 1908, 1909 കാലഘട്ടങ്ങളിൽ നമുക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഉണ്ടായിരുന്നു. ചെറിയ രീതിയിലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നോക്കൂ, 73 ലക്ഷം രൂപ, 73 lakhs ഇതിന്റെ വാല്യൂ വരുന്ന മരുന്നുകളാണ് ഇമ്പോർട്ട് ചെയ്തത്. സ്വാഭാവികമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ഒരു ഫോർമുലേഷൻസ് ആയിരിക്കും. കാരണം ഈ അലോപ്പതി മരുന്നുകൾ, ഇംഗ്ലീഷ് മരുന്നുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വെളിയിലാണ്. അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഈ മരുന്നുകൾ എപ്പോഴും നമുക്ക് ഫോർമുലേഷൻസ് ആയിരിക്കും. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതോ ഈ 15.5 ലക്ഷം രൂപയുടെ മരുന്നുകളാണ് ആദ്യകാലത്ത് 1908-1909 കാലഘട്ടത്തിൽ എക്സ്പോർട്ട് ചെയ്തത്. അത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് ഓൾവേസ് അതൊരു ക്രൂഡ് ഫോമിലായിരിക്കും. ശരിയല്ലേ? അപ്പൊ നമുക്ക് അന്ന് വേരും കായും ഒക്കെ തന്നെയാണ്, അപ്പൊ ക്രൂഡ് ഫോമിൽ തന്നെയായിരിക്കും. സോ സ്പിരിറ്റ് ഓഫ് സ്വദേശി ഗെയിൻ ഗ്രൗണ്ട് ആൻഡ് ആ സ്വദേശി പ്രസ്ഥാനം അത് വന്നതോടുകൂടി നമുക്ക് ഇവിടെ തന്നെ ഇൻഡിജിനസും ഇമ്പോർട്ട് മെഡിസിൻസിന്റെയും ഒരു ഫ്ലഡ് തന്നെ വന്നു. അതായത് ഇഷ്ടംപോലെ ഇമ്പോർട്ടന്റ് ഡ്രഗ്സ് ആൻഡ് ഇൻഡിജിനസ് നമ്മുടെ ഇവിടെ ഡെവലപ്പ് ചെയ്ത, അല്ലെങ്കിൽ ഇവിടുത്തെ ഓൺ സിസ്റ്റം, ആയുർവേദിക് അത്തരത്തിലുള്ള സിസ്റ്റം, സിദ്ധ, അത്തരത്തിലുള്ള യുനാനി, അത്തരത്തിലേക്കുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇവിടെ ഒരു ബഹളമായി എന്നാ പറയുന്നത്. സോ ദി സിറ്റുവേഷൻ ചേഞ്ച് ചെയ്ത് ഈ വേൾഡ് വാർ 1914 സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്വദേശി പ്രസ്ഥാനമൊക്കെ വന്നിട്ട് ഇവിടെ ഇറ്റ് വാസ് ഫ്ലഡഡ് വിത്ത് മെഡിസിൻസ്. അപ്പോ നമുക്ക് ഓൾ ദി അബോവ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഇതൊക്കെ വന്നിട്ടും നമുക്ക് കറക്റ്റായിട്ട് ഉള്ള നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ച് നല്ല മരുന്നുകൾ നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്ക് നല്ല ക്വാളിറ്റി മരുന്നുകൾ ആവശ്യാനുസരണം ഇമ്പോർട്ട് ചെയ്യാനോ ഇവിടെ ഇൻഡിജിനസ് ആയിട്ട് ചെയ്യാനോ കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ട് കോമ്പറ്റീഷൻ ഡെവലപ്പ് ചെയ്തു, ബിക്കോസ് ദർ വാസ് നോ ലോ. അത് തന്നെയാണ് കാര്യം. അപ്പൊ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് ദർ വാസ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ദി ഇമ്പോർട്ട് വളരെയധികം ഈ ആവശ്യം നിറവേറ്റാതെ വന്നപ്പോൾ വീണ്ടും കൂടുതൽ ഇമ്പോർട്ട് വന്നു. ആൻഡ് മെനി ചീപ്പ് ഡ്രഗ്സ് വെയർ ഇമ്പോർട്ടഡ് ഇൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇങ്ങനെ ചീപ്പായിട്ട് സ്വാഭാവികമായിട്ട് കോമ്പറ്റീഷൻ കൂടുമ്പോൾ ചീപ്പ് പ്രോഡക്ട്സ് വെയർ ഫ്ലഡഡ് ഇൻ ദി മാർക്കറ്റ് ഓഫ് ഇന്ത്യ. ഡൊമസ്റ്റിക് ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ ചീപ്പ് മരുന്നുകൾ, സ്പീരിയസ് മരുന്നുകൾ, അഡൾട്രേറ്റഡ് മരുന്നുകൾ, നോട്ട് സ്റ്റാൻഡേർഡ് മരുന്നുകൾ ഇഷ്ടം പോലെ വന്നു. സോ നാച്ചുറലി ഈ കോമ്പറ്റീഷൻ ഫോറിൻ കമ്പനീസും എല്ലാവരും ഇൻഡിജീനസ് മരുന്നുകൾ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഫിൽത്തി പ്രാക്ടീസ് അല്ലെ, അൺഎത്തിക്കൽ പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്തു. പ്രാക്ടീസ് ഈ ഇത്തരം മരുന്നുകൾ യൂസ് ചെയ്തിട്ട് ഇൻഫീരിയർ മിസ്ബ്രാൻഡഡ് വ്യാജ മരുന്നുകളും അഡൾട്രേറ്റഡ് മരുന്നുകളും ക്വാളിറ്റി ഇല്ലാത്ത മരുന്നുകളും മിസ്ബ്രാൻഡഡ് ആയിട്ടുള്ള മിസ്ബ്രാൻഡൊക്കെ നമുക്ക് വരുന്നുണ്ട്, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൽ വരുന്നുണ്ട്. അത്തരം മരുന്നുകൾ ഫ്ലഡ് ചെയ്തു ആൾക്കാരുടെ. ആക്ച്വലി ഇവിടെ നമുക്ക് ആർക്കും മരുന്നുകൾ കൈകാര്യം ചെയ്യാം, മരുന്നുകൾ ഉണ്ടാക്കാം, മരുന്നുകൾ ഇമ്പോർട്ട് ചെയ്യാം, എന്ത് വേണോ കാണിക്കാം, വിത്ത് നോ തെറാപ്യൂട്ടിക് ആക്ടിവിറ്റി ഓർ വിത്ത് ലോട്ട് ഓഫ് സൈഡ് എഫക്ട്സ് ഓർ ടോക്സിക് എഫക്ട്സ്. അത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് ആയിപ്പോയി. ആർക്കും എന്തും ചെയ്യാം എന്ന് പറയുന്ന ഒരു അവസ്ഥ. സോ ഇത് നമുക്ക് വളരെയധികം ഹാംഫുൾ ഇമ്പാക്റ്റ് ആണ്, പബ്ലിക്കിന് അങ്ങേറ്റം ഹാംഫുൾ സിറ്റുവേഷൻ ഉണ്ടാക്കി. അപ്പൊ ഡ്യൂ ടു ദി ഇൽ എഫക്ട്സ് ഓഫ് ദി ഡ്രഗ് ഗവൺമെന്റ്, അപ്പൊ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോ നമുക്ക് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയാണ്. അപ്പോ ഈ ഗവൺമെന്റ് ബൗണ്ട് ടു ഇംപ്ലിമെന്റ് ലെജിസ്ലേഷൻ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ പബ്ലിക്കിന്റെ ഹെൽത്ത് മുഴുവൻ അഫക്ട് ചെയ്യുന്ന ഒരു വല്ലാത്ത അൺഎത്തിക്കൽ വേയിൽ കാര്യങ്ങൾ പോയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇടപെട്ടല്ലേ പറ്റുള്ളൂ. അന്നേരം തീർച്ചയായിട്ടും അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ they were bound to implement legislations. നിയമങ്ങൾ കൊണ്ടുവരേണ്ടി വന്നു അല്ലെ, എന്തിനു വേണ്ടിയിട്ട്? ഇമ്പോർട്ട്, എക്സ്പോർട്ട്, മാനുഫാക്ചർ, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ ഓഫ് ഡ്രഗ്സ്. അങ്ങനെയാണ് നമുക്ക്
ആദ്യമായിട്ട് ഓപ്പിയം ആക്ട്, അപ്പൊ നമ്മുടെ ഒരു ഹിസ്റ്ററിയിൽ ഏറ്റവും ആദ്യമായിട്ട് ഓപ്പിയം ആക്ട് 1878 മറക്കാതിരിക്കേണ്ട ഒരു കേസാണ്. അന്ന് കറുപ്പൊക്കെ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ഓപ്പിയം നമുക്കറിയാലോ, കറുപ്പ്. അപ്പൊ ഓപ്പിയം ആക്ട് 1878 ആ രീതിയിൽ അന്ന് കറുപ്പ് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സമയമാണ്, കറുപ്പിൽ നിന്നുള്ള വസ്തുക്കൾ. അതുപോലെ നമുക്കറിയാം ഇപ്പോഴും സ്റ്റിൽ പോയിസൺ ആക്ട് 1919 നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഇറ്റ് വാസ് ഒറിജിനേറ്റഡ് ഓർ ഇനാക്റ്റഡ് ഓൺ 1919 1919 പോയിസൺ ആക്ട്. പണ്ടത്തെ കാലത്ത് പോയിസൺ ആക്ട് മരുന്നുകൾ കൂടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ആക്ടാണ്, ഇന്ന് അങ്ങനെയല്ല. ആൻഡ് ഡേഞ്ചറസ് ഡ്രഗ്സ് ആക്ട് അല്ലെ, നമുക്ക് 1930 നമ്മുടെ ഈ പറഞ്ഞ പോലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ ആക്ട്, അതുപോലെ ആദ്യം അതിന്റെ പ്രിലിമിനറി ഫോമിലുള്ള ഡേഞ്ചറസ് ഡ്രഗ്സ് ആക്ട് 1930. ഇതെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. സോ ഓൾ ദീസ് ആക്ട് came into force because of this unethical practice in the field of manufacturing and import of medicines. അങ്ങനെയാണ് ഇത് ജന്മം കൊണ്ടത്. So this is important. Opium Act 1878, Poison Act 1919 and Dangerous Drugs Act 1930. നോക്കൂ, ഈ 3 ആക്ടുകളിൽ ഇപ്പോൾ ഉള്ളത് പോയിസൺ ആക്ട് 1919 മാത്രമാണ്, മറക്കരുത്. ബാക്കി 2 ആക്ടുകളും നമുക്ക് വേറെ ആക്ടുകളിൽ റീപ്ലേസ് ചെയ്യപ്പെട്ടു. അതിനെക്കുറിച്ച് നമുക്ക് പിന്നാലെ ചർച്ച ചെയ്യാം. സോ ഇനി ഈ ആക്ടുകൾ നിലവിൽ വന്നിട്ടോ these acts were insufficient for the safety. എന്നിട്ടും കാര്യമില്ല. റാമ്പന്റ് ഗ്രോയിങ് പോപ്പുലേഷൻ, ആൾക്കാരുടെ എണ്ണം കൂടുന്നു, ഫാർമ ഇൻഡസ്ട്രീസ് ഫ്ലറിഷ് ചെയ്തു, പക്ഷെ എന്നിട്ടും കൺട്രോൾ പൂർണ്ണമായിട്ട് വന്നില്ല. അപ്പൊ ഈ ആക്ടുകൾ കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ശ്രദ്ധിച്ചോളൂ, 1927, ചില ബുക്കുകളിൽ 28 എന്ന് കാണുന്നുണ്ട്, 1927 ഡ്രഗ് എൻക്വയറി കമ്മിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇന്ന് നമുക്ക് പഠിക്കേണ്ട ഒരുപാട് ആക്ടുകളുടെ ബേസ് ഇതിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഡ്രഗ് എൻക്വയറി കമ്മിറ്റി 1927 ഇത് പഠിച്ച് റിപ്പോർട്ട് തരാനായിട്ട് ഫോം ചെയ്തത്. സോ in the history of pharmaceutical legislation of India, this inquiry committee, which was established in the year 1927, was the base for the laws. അപ്പൊ അത് മറക്കരുത്. നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇപ്പൊ തന്നെ 6-7 ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞു, 8-10 ക്വസ്റ്റ്യൻസ് ആയി കഴിഞ്ഞു. എന്നാലും ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ, when was the drug enquiry committee established? ഇത് ഒരുപാട് പരീക്ഷകൾക്ക് സാധാരണ ചോദിക്കുന്നതാണ്. 1927. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഓപ്ഷനിൽ 28 എന്ന് കണ്ടു കഴിഞ്ഞാൽ 27 കാണത്തില്ല, അന്നേരം നിങ്ങൾ 28 എന്ന് എഴുതിക്കുക. ഇൻ സം ബുക്സ് അങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദി ആൻസർ. ഓക്കെ, ഓപ്ഷൻ തന്നു, ആൻസറും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചിരിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഇനി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, ബൈ.